നമ്മൾ ഈ ഗുണ്ടകൾ എങ്ങനെ ഉണ്ടാകണമെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടോ, ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ പത്രത്തിലാണെങ്കിലും ഒക്കെ കാണാറില്ല, ഗുണ്ട ആക്രമണം നടന്നു എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ? പിന്നെ ജയിലിൽ നിന്ന് ഗുണ്ടകളെ വിടാൻ വേണ്ടി ഗവർണർ ഒപ്പുവെക്കണം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടില്ലേ? പിന്നെ രാഷ്ട്രീയ ഗുണ്ടകളുണ്ട്, രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടത്തിയിട്ട് ജയിലിൽ പോയവർ ഒത്തിരി പേരുണ്ട്. അങ്ങനെ പല സൈസ് ഗുണ്ടകളെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ? പക്ഷേ ഇവരെങ്ങനെ ഉണ്ടാകുന്നു എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? പണ്ടാണെങ്കിൽ നമുക്കറിയാം അല്ലേ, നമ്മൾ സിനിമകളിലൊക്കെ കണ്ടിട്ട് ഗുണ്ടകളുണ്ടാകണേ അവരുടെ ജീവിത പശ്ചാത്തലങ്ങളായിരിക്കും അവരെ ഗുണ്ടകളാക്കുന്നത്. അതായത് വീട്ടിലെ സാമ്പത്തിക സ്ഥിതിയൊക്കെ പോയി അച്ഛൻ്റെ ക്രൂരമായ ഉപദ്രവമൊക്കെ കാരണം പ്രതികാരം ചെയ്യാൻ വേണ്ടിയിട്ട്, മറ്റുള്ളവരെ സമൂഹത്തിൽ നിന്നുള്ള തിന്മയ്ക്കെതിരായിട്ട് പ്രതികാരം ചെയ്യാൻ വേണ്ടിയിട്ട് ഗുണ്ടകളുണ്ടാകും. അവരെ നമ്മൾ വലിയ ആരാധനയോടെ, നമ്മൾ നായകന്മാരായിട്ട് കാണുന്നവരെ നല്ല ആരാധനയോട് കൂടിയാണ് നമ്മളവരെ കണ്ടുകൊണ്ടിരുന്നത് അല്ലേ? ഒന്ന് ഓർത്ത് നോക്കി, നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന നമ്മുടെ നായകൻ ഗുണ്ടയായാലും നമുക്ക് ഭയങ്കര ഇഷ്ടം, നായകൻ്റെ കൂടെ നമ്മൾ കൂടി നിൽക്കും അല്ലേ? പക്ഷേ ഇന്നത്തെ സ്ഥിതി അതാണോ? ഇന്ന് ഈ ഗുണ്ടകൾ ഉണ്ടാകാനുള്ള ഒരു മുഖ്യമായ കാരണം നമ്മുടെ രാഷ്ട്രീയക്കാർക്കുണ്ട്, നമ്മുടെ മുതലാളിമാരായ വ്യവസായികൾക്കുണ്ട്, അതേപോലെ സിനിമാ ഫീൽഡിലുള്ളവർക്കുണ്ട്. പിന്നെ ഉള്ളത് ഈ ചില ഫൈനാൻസ് സ്ഥാപനങ്ങളിൽ നടത്തുന്നവർക്ക് കയ്യിലുണ്ട്, അതായത് ബ്ലേഡ് ബിസിനസ്സൊക്കെ നടത്തുന്നവരുടെ ഇടയ്ക്ക് ഉണ്ട്. പിന്നെ ഇങ്ങനെയുള്ളവരുടെ ഇടയ്ക്കെല്ലാം ഇപ്പോൾ ഗുണ്ടകളെ വെച്ചിട്ടല്ലേ അവർ. കാരണം പൈസ കൊടുത്ത് അവർ നല്ലവരായ മനുഷ്യരെ അവർ ഗുണ്ടകളാക്കി മാറ്റുകയാണ്, കൊലയും ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ അടിമകളാക്കി വെക്കുകയാണ് ചെയ്യുന്നത്. അവർക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ പറ്റും. ഈ ഗുണ്ടകളൊക്കെ ഏതെങ്കിലും കൊലപാതകങ്ങളോ മനുഷ്യനെ പച്ചയായി കൊന്നു കഴിഞ്ഞിട്ടുണ്ട് ജയിലിൽ പോയി കഴിഞ്ഞാലും അവരെ ഇറക്കാൻ രാഷ്ട്രീയക്കാരുമുണ്ട്. നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയേ, ഈ നാട്ടിൽ നടക്കുന്ന ഇതൊക്കെയല്ലേ എന്ന്. എത്രയോ കുടുംബങ്ങളെ താറുമാറാക്കുന്ന നിഷ്കളങ്കരായ പിള്ളേരെ ആയിരിക്കും ചിലപ്പോൾ ഗുണ്ടകളായി ഒരു സുപ്രഭാതത്തിൽ നമ്മൾ കാണുന്നത്. ഇന്ന് അവൻ നല്ലവനായിട്ട് നടക്കുന്ന കണ്ടു കഴിഞ്ഞിട്ട് കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മൾ കേൾക്കണേ എന്നറിയാവോ, അവനൊരു ഗുണ്ടയായിരുന്നു എന്ന്. നമ്മുടെ ഹൃദയം തകർന്നു പോണ കാഴ്ചയായിരിക്കും ചിലപ്പം ഇല്ലേ? നമുക്ക് പിന്നെ അവൻ പിടിച്ചു പറിക്കാരനായി, കള്ളനായി, മോഷ്ടാവായി അവനെ സമൂഹത്തിൽ അംഗീകരിച്ചില്ലെങ്കിലും അവന് കുഴപ്പമില്ല. കാരണമുണ്ട്, അവൻ അതിനുള്ള സാമ്പത്തിക സ്ഥിതി അവനുണ്ടാക്കിയെടുക്കും. ഈ ഗുണ്ടാപ്പണിയിൽ രണ്ടാളെ കയ്യും കാലും വെട്ടിക്കഴിയുമ്പോഴത്തേനും അവൻ പൈസക്കാരനായി മാറും. ആ ഒരു ലാഭം നോക്കിയാണ് പലരും ഇന്ന് ഗുണ്ടാപ്പണിക്ക് പോകുന്നത്. ശരിയല്ലേ എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. നമ്മുടെ സമൂഹം ഇതുപോലെ അധപ്പതിച്ചു പോകുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല. ഈ സിനിമ ഫീൽഡുകളിലും ഒക്കെ ഈ ഗുണ്ടകളുടെ ഇതാണ്. സിനിമകളിൽ കൂടെ നമ്മൾ ഗുണ്ടകളെയല്ലേ കാണിച്ചു തരുന്നത്. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി, എന്ത് തെറ്റും ചെയ്യാൻ മനുഷ്യന് മടിയില്ലാത്ത രീതിയിൽ മനുഷ്യൻ്റെ മനസ്സിലേക്ക് ഇഞ്ചക്റ്റ് ചെയ്യുകയാണ് ഈ എന്നാ പറയണേ, ദുഷ്ചിന്തകളെ നിറച്ച് വയ്ക്കുകയാണ്. എങ്ങനെയെങ്കിലും അവനെ നന്നാവാൻ ശ്രമിക്കാതെ അവനെ ചീത്തയാക്കുന്ന സിനിമകളുമാണ് ഇപ്പോൾ അധികം ഇറങ്ങുന്നത്. ശരിയാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളത് ചിന്തിച്ച് നോക്കുമ്പോൾ ശരിയാണെന്ന് മനസ്സിലാകും. എന്തോരം കുടുംബങ്ങളെ അന്നറിയാം കണ്ണീരാത്തിക്കൊണ്ട് ഈ ഗുണ്ടകൾ നടക്കുന്നത്. എത്ര അമ്മമാരുടെ സങ്കടങ്ങളാണ്. ശരിക്കും പറഞ്ഞാൽ പ്രാക്ക് കിട്ടുന്ന ഇടപാടാണ് ഗുണ്ടകളാക്കുന്നത്. എത്രയോ അമ്മമാർ നമ്മുടെ മക്കളെ വളർത്തിക്കൊണ്ട് വരുന്നത് നമ്മുടെ മക്കൾ നല്ല നിലയിലെത്താൻ, നല്ല മക്കളായിട്ട്, നല്ല സ്വഭാവമുള്ള മക്കളായിട്ട് വളരാനല്ലേ നമ്മൾ ആഗ്രഹിച്ചു വരുന്നത്. ആ കുഞ്ഞ് കൊലയായിട്ട് കൊലപാതകമായിട്ട് നടക്കുന്നതെന്ന് ഓർത്തു നോക്കിക്കേ. ഏതെങ്കിലും അമ്മമാർക്കോ അച്ഛന്മാർക്കോ സഹിക്കാവുന്ന കാര്യമാണോ? അല്ലേ? ശരിക്കും ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. നമുക്ക് സഹിക്കാൻ പറ്റുന്നതിൻ്റെ അപ്പുറമല്ലേ അത്? പക്ഷേ ഈ സമൂഹം അവരെ അങ്ങനെ ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അതായത് പൈസകൾ കൊടുത്ത് വാരി എറിഞ്ഞ് അവരെ ചീത്തയാക്കി, അവരുടെ മനസ്സ് മാറ്റിയെടുത്ത് അവരെ, ചിലപ്പം മിക്കവരും ഇവർക്ക് ഇതിനൊന്നും താല്പര്യമുള്ളവരായിരിക്കില്ല. ഇവർക്ക് ഈ പൈസയ്ക്ക് വേണ്ടിയിട്ടായിരിക്കും ഇവർ ഈ അവസ്ഥയിലേക്ക് പോകുന്നത്. അവർക്കിങ്ങനെയൊന്നും ചെയ്ത് ഇങ്ങനെ കൊല ചെയ്യണമെന്നോ കൈ വെട്ടണമെന്നോ കാല് വെട്ടണമെന്നോ അല്ലെങ്കിൽ മറ്റൊരാളെ കൊല്ലണമെന്നോ ഒന്നും ചിന്ത കാണില്ല. അവരുടെ മനസ്സിലേക്ക് ഈ പൈസ എറിഞ്ഞ് അവരുടെ മനസ്സ് മാറ്റിയെടുത്തിട്ട് നിനക്ക് ഇത്ര രൂപ തന്നേക്കാം, ഇത്ര ലക്ഷം രൂപ തന്നേക്കാം എന്നും പറഞ്ഞ് വിടുകയല്ലേ ചെയ്യുന്നത്. നമ്മളൊന്ന് നോക്കിക്കേ, ഈ ബോംബെയിലും ഈ എവിടെയൊക്കെ നമ്മുടെ ഈ നാട്ടിലും ഒക്കെ എന്തോരം കൊലപാതകങ്ങളല്ല ഗുണ്ടകളെ വിട്ട് ചെയ്യുന്നത്. ഒന്നും തെളിയിക്കാൻ പോലും സാധിക്കാതെ കുറേ നിയമത്തിൻ്റെ മുമ്പിൽ ചെന്നാലും തെളിവില്ലാതെയും അല്ലെങ്കിൽ അതുപോലും തേച്ച് മാച്ച് കളഞ്ഞ് അവരെ രക്ഷിച്ചുകൊണ്ട് വരുന്ന അവസ്ഥയും കൂടെയല്ലേ നമ്മൾ കാണുന്നത്. ശരിക്കും പറഞ്ഞാൽ സങ്കടമുള്ള അവസ്ഥയായതല്ലേ. അപ്പം നമുക്ക് ചിന്തിക്കാം, നമ്മൾ മക്കൾ വളർന്നു വലുതാകുമ്പോൾ അവരോട് ഇങ്ങനെയുള്ള ഗുണ്ട സംഘങ്ങളിലൊന്നും ചെന്ന് ചാടാതിരിക്കാൻ, ഒരു പ്രലോഭനത്തിലും വീഴാതിരിക്കാൻ നമുക്ക് പറഞ്ഞു കൊടുക്കാം. അത്രയേ പറ്റുള്ളൂ അല്ലേ? നമ്മളെ മക്കളെ നേർവഴിക്ക് പോകാൻ നമുക്ക് പറഞ്ഞു കൊടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ എല്ലാവരുടെ തലവിധിയാന്ന് കൂട്ടാം. അത്രയേ ഉള്ളൂ. അവരെ ഓർത്ത് സങ്കടപ്പെടാം, അത്രയേ ഉള്ളൂ. ഈ അമ്മമാരുടെ പ്രാക്ക് കേൾക്കാതിരിക്കാൻ എന്ത് വന്നാലും ഈ അമ്മമാർ മനസ്സുരുകി പ്രാഗിയിട്ടുണ്ടെങ്കിലുണ്ടല്ലോ അവർ നശിച്ചു പോയിരിക്കും. ഈ സംഘത്തിൽ കൊണ്ടാക്കുന്ന ആൾക്കാർ നശിച്ചു പോകാതിരിക്കില്ല, അത് ഉറപ്പായ കാര്യമാണ്. കാരണം ഒത്തിരി പേര്, എനിക്കറിയാവുന്ന ഒരാളുടെ സുഹൃത്ത് ഇങ്ങനെ ഗുണ്ടാസംഘത്തിൽ നടക്കുന്ന ആളാണ്.
അയാളിപ്പോൾ കരഞ്ഞുകൊണ്ട് അയാൾ പശ്ചാത്തപിച്ചുകൊണ്ട് നടക്കും. അയാൾക്ക് അതിൽ നിന്ന് ഒഴിവാകാൻ പറ്റുന്നില്ല. അയാൾ ഒഴിവാകാൻ തീരുമാനിച്ചാലും ആ ഗുണ്ടാ സംഘങ്ങൾ വിടില്ല അയാളെ. അയാൾ അതിനകത്ത് പെട്ട് കിടക്കുക. അയാൾക്ക് അതിനകത്ത് പോന്ന് രക്ഷപ്പെടണം എന്നുണ്ട് മനസ്സിൽ. പക്ഷേ അയാൾ പോന്നിട്ടുണ്ടെങ്കിലും അയാളെ ജീവിക്കാൻ സമ്മതിക്കില്ല, അയാൾ കൊന്നുകളയും. അതുകൊണ്ട് അയാൾ അതിനകത്ത് തന്നെ നിൽക്കുന്നു. അയാൾക്ക് ഒട്ടും താല്പര്യമില്ലാണ്ട് നിൽക്കുന്നു. നിങ്ങളൊന്നും നോക്കി ഓർത്തു നോക്കി എന്ത് ദുഃഖകരമായ ഒരവസ്ഥയായതെന്ന്. ഗുണ്ടകളുടെ വിളയാട്ടം എന്ന് പറയുന്നത് ഒരു നിസ്സാര കാര്യമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കിയോ? നമുക്ക് പെട്ടുപോയി. അവിടുന്ന് പിന്നെ മോചനമില്ല, അവിടെ കിടക്കുക തന്നെ. ജീവിതകാലം മുഴുവൻ നമ്മൾ ഗുണ്ടയായിട്ട് ഒന്നെങ്കിൽ ജയിലിൽ അല്ലെങ്കിൽ പുറത്ത് നമ്മളിങ്ങനെ മുദ്ര കുത്തി വിട്ടേക്കുവാണ് നമ്മൾ ഗുണ്ടയാന്നുള്ളത്. ഭയങ്കര ഒരവസ്ഥയല്ലേ എന്നൊന്ന് ചിന്തിച്ച് നോക്കിക്കേ. ഞാൻ ആ മനുഷ്യൻ്റെ കഥ കേട്ട് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ ശരിക്കും എനിക്ക് സങ്കടം തോന്നി. ആ അമ്മയുടെ കരച്ചിൽ കണ്ടിട്ട് അയാൾക്ക് പോകണമെന്നുണ്ട്. അമ്മയുടെ അടുത്തേക്ക് പോന്നിട്ട് അയാൾക്ക് അതിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് ഒത്തിരി താല്പര്യമുണ്ട്. പക്ഷേ അയാൾക്ക് സാധിക്കില്ല അതിനകത്തുനിന്ന് പോരാൻ. അപ്പം നമ്മൾ ഈ സമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മളൊന്ന് ചിന്തിക്കണം, ഈ പുറത്തുള്ള ഈ അനീതി ദുഷ്ടാത്മാക്കളുടെ ഇടയിൽ പോയി പെടാണ്ട് നമ്മൾ എപ്പോഴും നമ്മുടെ ചുറ്റും കണ്ണുമായിട്ട് നമുക്ക് നടക്കാൻ പറ്റുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ അതിനകത്ത് പെട്ടുപോകും. എപ്പോഴും ഓർത്തിരിക്കുക, നമ്മുടെ ചുറ്റും കഴുകന്മാരെ പോലെ പലരും വല വിരിച്ചിരിപ്പുണ്ട്. നമ്മളതിൽ നിന്ന് രക്ഷപ്പെട്ടുകൊള്ളുക, അതേ നിവർത്തിയുള്ളൂ. ഒന്നിലും ചെന്ന് ചാടാതിരിക്കുക. പിന്നെ ഊരിപ്പോരാൻ പറ്റില്ല അതിൽ നിന്ന്. അതിൽ പെട്ടുപോകും നമ്മൾ. നമ്മുടെ മക്കളാണേലും നമ്മളാണേലും അത് ഇച്ചിരി പ്രായമായവരാണേലും പെട്ടുപോകാതെ സൂക്ഷിക്കുക. അത്രയേ ഉള്ളൂ.